നമ്മളുടെ പൈസ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ആദായം മറ്റുള്ള നിക്ഷേപങ്ങളിലേക്കും കൂടെ നിക്ഷേപിച്ച് ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉണ്ടാക്കുക, കൂട്ടുപലിശ രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ പണം വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക അവസ്ഥ വർദ്ധിപ്പിക്കാനുള്ള വളരെ നല്ലൊരു മെത്തേഡാണ്. അങ്ങനെ ഒരു 6 മെത്തേഡിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. 6 തരത്തിൽ നിങ്ങൾക്ക് പണം വർദ്ധിപ്പിക്കാനുള്ള ഓപ്ഷനുകളാണെന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മളുടെ RupeeMonk സർവീസിൽ ജോയിൻ ചെയ്തവരിൽ ഒരു പകുതി മുക്കാൽ പേരും വളരെ നോളജബിൾ ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ വളരെ അറിവുള്ള ആളുകളാണ്. അവർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ചെറിയ അറിവ് കുറവുണ്ട് എന്നുള്ളൂ. എന്നാൽ അതിലും ചിലർ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അങ്ങനെ ഒരു തിയററ്റിക്കൽ അറിവ് അല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രാക്ടിക്കലി വളരെ നല്ല രീതിയിൽ സേവ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന ചില മെത്തേഡുകൾ നമ്മൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ലോങ് ടേമിലേക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് 6 ഓപ്ഷനുകളായിട്ട് നമ്മൾ തരുന്നത്. ഇത് ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. ആ ആളുകൾക്ക് ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് RDകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു മെത്തേഡാണ്. തിരുവനന്തപുരത്തുള്ളൊരു സുഹൃത്താണ് നമുക്കിത് പറഞ്ഞു തന്നത്. പോസ്റ്റ് ഓഫീസ് RDകളിൽ 5 വർഷത്തേക്ക് നമുക്ക് കോമ്പൗണ്ടിങ് രീതിയിൽ ഇപ്പോൾ 5.8% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. മുൻപ് പോസ്റ്റ് ഓഫീസ് RDകളുള്ള ആളുകൾ പഴയ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് 5 വർഷം കഴിഞ്ഞാലും അടുത്ത ഒരു 5 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്കൊരു 8% ഒരു പോസ്റ്റ് ഓഫീസ് RD ഉണ്ട്. ആ പോസ്റ്റ് ഓഫീസ് RD ഇപ്പോൾ മെച്യൂർ ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 8.6% ഒക്കെ ആയിരുന്നു 2015 കാലഘട്ടത്തിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അത് ഇപ്പോൾ 2021 മെച്യൂർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളത് വീണ്ടും ഒരു പുതിയ RD തുടങ്ങുന്നതിനേക്കാൾ നല്ലത് ആ RD എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പഴയ 8.6% ഇൻട്രസ്റ്റ് തന്നെ കിട്ടും. അത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു തന്നു മാത്രം. ഇതിനെപ്പറ്റി നമ്മൾ വേറൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പോസ്റ്റ് ഓഫീസ് RD ഉള്ള ആളുകൾ ആ പോസ്റ്റ് ഓഫീസ് RD മെച്യൂർ ആവുന്ന സമയത്ത് അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടുകയാണ്. ഈ തിരുവനന്തപുരത്തുള്ള ഈ സുഹൃത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടുകയാണ്. അവിടെ നിന്ന് 3 മാസം കൂടുമ്പോൾ കിട്ടുന്ന പലിശ ഉപയോഗിച്ച് അദ്ദേഹം SIP, ഒരു മ്യൂച്വൽ ഫണ്ട് SIPയും ചെയ്യുകയാണ്. അപ്പോൾ പോസ്റ്റ് ഓഫീസ് RD മെച്യൂർ ആകുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടതിൽ നിന്ന് കിട്ടുന്ന പലിശ ഉപയോഗിച്ച് SIP ചെയ്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറൊരു തരത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പോസ്റ്റ് ഓഫീസ് RDയിൽ നിന്ന് മെച്യൂർ ആവുന്ന എമൗണ്ട് 10 വർഷവും 4 മാസവും കൊണ്ട് ഡബിൾ ചെയ്യിക്കുന്നതിനായിട്ട് കിസാൻ വികാസ് പത്ര എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പോസ്റ്റ് ഓഫീസിലുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇനിയിപ്പോൾ FD ഇട്ടു എന്ന് കരുതുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്കുകളിൽ SIP ചെയ്യാനായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചിട്ടി തുടങ്ങാനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഓരോ മാസവും പലിശ കിട്ടുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ചിട്ടിയിലേക്ക് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചിട്ടി നമുക്ക് തുടങ്ങിയിട്ട് അങ്ങനെ നമുക്കിതും ചെയ്യാം. അപ്പോൾ പോസ്റ്റ് ഓഫീസ് RD, ഫിക്സഡ് ഡെപ്പോസിറ്റ്, പിന്നെ ചിട്ടിയോ മ്യൂച്വൽ ഫണ്ടോ, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഈ ചെറിയ രീതിയിൽ പണം വളർത്താനുള്ള ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് കാണുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ പേഴ്സണലി ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. എൻ്റെ ഫാദറിന് കുറച്ച് പണം ഉണ്ടായിരുന്നത് ട്രഷറിയിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ നമ്മൾ വ്ളോഗ് പോലെ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കാണാം. അപ്പോൾ അങ്ങനെ ട്രഷറിയിൽ നിന്ന് കൃത്യമായിട്ട് 1 ലക്ഷം രൂപയ്ക്ക് 708 രൂപ, ഇപ്പോൾ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 708 രൂപ കിട്ടും. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് റേറ്റ് അനുസരിച്ച് 708 രൂപ കിട്ടും. ആ കിട്ടുന്ന ആ 708 രൂപ നമ്മൾക്ക് ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് മറ്റൊരു SIPയിലേക്ക് ഫണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. RDയോ അല്ലെങ്കിൽ SIPയോ അല്ലെങ്കിൽ ഒരു ചിട്ടിയിലേക്ക് അടയ്ക്കുന്ന രീതിയിലൊക്കെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രഷറിയിൽ നിന്ന് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ
മ്യൂച്വൽ ഫണ്ടിലേക്ക് അടയ്ക്കിയ വഴി അതൊരു കോമ്പൗണ്ട് ചെയ്യും. അതുപോലെ ആർ ഡിയിലേക്ക് വരുമ്പോൾ ആർ ഡിയും നമുക്ക് കോമ്പൗണ്ട് ചെയ്യാനുള്ള ഒരു ഡബിൾ കോമ്പൗണ്ടിങ് എഫക്റ്റ് തരും. അല്ലെങ്കിൽ ഇപ്പോൾ ചിട്ടിയിൽ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻകൂറായിട്ട് ഒരു ലോൺ എടുക്കാതെ പൈസ എടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ചിട്ടി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ചിട്ടി വീണ്ടും നമുക്ക് എവിടേക്ക് ഇടാം? ഈ ട്രഷറിയിലേക്ക് തിരിച്ചിടാം. അപ്പോൾ ആ ഒരു സൈക്കിള് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ ഓപ്ഷൻ എന്താണ് എന്നുള്ളതൊന്ന് കമൻറ്റും കൂടെ ചെയ്തോളൂ. 3-4 ഓപ്ഷൻ കൂടെ ഞാൻ പറയാനുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ മറ്റൊരു സുഹൃത്ത്, നമ്മളുടെ പട്ടാമ്പിയിലുള്ള ഒരു സുഹൃത്ത് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ചിട്ടി അദ്ദേഹം അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് അവിടെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് മറ്റൊരു ചിട്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നു. അങ്ങനെ അതും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടും. അതും മറ്റൊരു എഫ് ഡിയിലേക്ക് മറ്റൊരു ചിട്ടിയിലെ ഫണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ 3-4 ചിട്ടികളുള്ള ഒരു കൂട്ടം, ഒരു ചിട്ടിക്കൂട്ടം എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. നമ്മളുടെ പട്ടാമ്പിയിലുള്ള ഒരു സുഹൃത്താണ് ഇത് നമുക്ക് അയച്ചു തന്നത്, അത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ചിട്ടിയും എഫ് ഡിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, മൾട്ടിപ്പിൾ ചിട്ടി, പലതരം ചിട്ടികളും എഫ് ഡികളും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനും ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നി. 4ാമത്തെ ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ടുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ഓപ്ഷനാണ്. ഹൈബ്രിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ. അതായത് ഹൈബ്രിഡ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിന് ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത തരത്തിലുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് സിസ്റ്റമാറ്റിക്കലി ഫണ്ട് വിഡ്രോ ചെയ്തു, SWP ചെയ്തിട്ട് അത് നമ്മളുടെ പാലക്കാടുള്ള ഒരു സുഹൃത്ത് അത് അദ്ദേഹത്തിൻ്റെ മന്ത്ലി എക്സ്പെൻസിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെ മന്ത്ലി എക്സ്പെൻസിന് വേണ്ടി ഉപയോഗിച്ചിട്ടും ബാക്കി വരുന്ന എമൗണ്ട് അദ്ദേഹം ഒരു ചിട്ടി അദ്ദേഹം അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈബ്രിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു 10,000 രൂപയൊക്കെ ആവശ്യങ്ങൾക്ക് ആയിട്ട് മാസം പിൻവലിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 10,000 രൂപ പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു 8,000 രൂപയെ നമുക്ക് മാസ ചിലവ് വന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി 2,000 രൂപ കൊണ്ട് ഒരു ചിട്ടിയോ ഒരു ആർ ഡിയോ ഒക്കെ തുടങ്ങാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ കുറേ കൂടെ അഗ്രസീവായിട്ടുള്ള ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്ന മറ്റൊരു നല്ലൊരു മെത്തേഡാണ്. 5ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NCDകളെ സംബന്ധിച്ചിടത്താണ്. NCDകളെ സംബന്ധിച്ചിട്ടുള്ള മെത്തേഡ് എൻ്റെ അച്ഛൻ അത് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മുത്തൂറ്റിൻ്റെ ഒരു NCD കുറച്ച് നാൾ മുമ്പ് എടുത്തിരുന്നു. അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് അദ്ദേഹം ബാങ്കിലുള്ള ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുകയാണ്. അങ്ങനെ ആ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, അപ്പോൾ NCD തരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ബാങ്കിലെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് തരുമ്പോൾ എന്തായി, അതൊരു കോമ്പൗണ്ടിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ RD മെച്ചൂർ ആകുമ്പോൾ അദ്ദേഹം പറയുന്നത് വീണ്ടും അത് NCD ഇടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു സൈക്കിൾ രൂപത്തിൽ അത് വർക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ NCDയിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് ഗോൾഡ് കോയിൻ വാങ്ങുന്ന ഒരാളെ എനിക്കറിയാം. വളരെ വലിയൊരു എമൗണ്ട് NCD ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മന്ത്ലി ഇൻട്രസ്റ്റ് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ മാസവും ഒരു ഗോൾഡ് കോയിൻ വാങ്ങും. മനസ്സിലായില്ലേ? ആ ഗോൾഡ് കോയിൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സൈഡിൽ നിന്ന് കൂടെ ഇൻക്രീസ് ആവും, നമ്മളുടെ ക്യാപിറ്റൽ അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ്. നമ്മളുടെ സുഹൃത്തായിട്ടുള്ള മനോജ് സാറ് ഇപ്പോൾ അദ്ദേഹം ഒരു ട്രഷറി ഉദ്യോഗസ്ഥരായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ലീവിലാണ്. അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളൊരു മെത്തേഡാണ്. അദ്ദേഹം ചെയ്യുന്ന മെത്തേഡല്ല, അദ്ദേഹം ട്രഷറിയിലായിരുന്ന സമയത്ത് അദ്ദേഹം കേട്ടിട്ടുള്ളൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു മെത്തേഡാണ്. അതെന്താണെന്ന് വെച്ചാൽ ട്രഷറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ആളുകൾ വരും. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ട്രഷറിയിൽ നിന്നുള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ ഉണ്ടാവും. ഇപ്പോൾ പല എണ്ണം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് FDകൾ ട്രഷറിയിലുണ്ടാവും. ആ FDയിൽ നിന്നെല്ലാം കിട്ടുന്ന ടോട്ടലായിട്ടുള്ള പലിശ ഓരോ മാസവും SBയിൽ വരുമല്ലോ. അപ്പോൾ ഒരു 10-15 തീയതി ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഒരാൾ വരും. അദ്ദേഹത്തിന് ഒരു 10-20 FD അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ FDയിൽ നിന്നെല്ലാം പലിശ വന്നിട്ടുള്ള ആ പലിശ എല്ലാം കൂടെ കൂട്ടിയിട്ട്, ആ മാസം കിട്ടിയിട്ടുള്ള പലിശ എല്ലാം കൂടെ കൂട്ടിയിട്ട് പുതിയൊരു FD ആയിട്ട് ഇടും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 1 ലക്ഷത്തിൻ്റെ ഒരു 10 FD ഉണ്ടെന്ന് കരുതുക ഒരാൾക്ക്. അപ്പോൾ ഈ 10 FDയുടെ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 7,080 രൂപ ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ അല്ലേ? ആ 7,080 രൂപയുടെ ഒരു പുതിയൊരു FD ഒരു മാസം സ്റ്റാർട്ട് ചെയ്തു. അടുത്ത മാസം വന്ന് വീണ്ടും ഒരു 7,080 രൂപയുടെ FD ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ? അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ 12
FD-കളായി അല്ലേ. അതുമാത്രമല്ല ആ FD-കൾ വീണ്ടും ഇൻട്രസ്റ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്യുവറായിട്ടുള്ളൊരു കോമ്പൗണ്ടിങ് പ്രിൻസിപ്പിളായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ട്രഷറി സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പൗണ്ടിങ് ആക്കാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ മനോജ് സാറിന് ഈ സമയത്ത് നമ്മളതിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പല മെത്തേഡുകളുണ്ട്. നമ്മളുടെ ആളുകൾ ഇപ്പോൾ ഫിനാൻസ് ഡിഗ്രിയോ ഇതൊന്നും വേണ്ട, നമ്മൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പേഴ്സണൽ ഫിനാൻസ് ചെയ്യാനായിട്ട് കോമൺ സെൻസ് മാത്രം മതി. ഇപ്പോൾ ഇതിൽ നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു ത്രെഡ് വർക്കൗട്ട് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കുറേ ഒരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് കൂടാതെ വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതല്ല ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ട്, ഇതിലും നല്ലൊരു മെത്തേഡുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്ക് RupeeMonk സർവീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ നമ്പറാണ് 8848030018. കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്.